ബിഗ്ഗസ്റ്റ് എവർ അറ്റാക്ക് ഞങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന അറിയിപ്പും നൽകിയിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ഹോം ഫ്രണ്ട് ഇത് വലിയ കാര്യമായി എടുത്തില്ല, ഗൗരവമായി കണ്ടില്ല. പക്ഷെ തുർക്കിയുടെ എർദഗൻ ഇതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇസ്രായേലിന് എതിരെയാണ്, ഇസ്രായേലിനെ ഞങ്ങൾ നശിപ്പിച്ചു കാണിക്കും എന്നായിരുന്നു. എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. Western-backed Israel may later realize its mistake, but it will be too late എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എർദോഗൻ പറഞ്ഞൊരു വാക്കാണ്. വെസ്റ്റേൺ-ബാക്ഡ് ഇസ്രായേൽ എന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇസ്രായേൽ ഒറ്റയ്ക്കല്ല, പാശ്ചാത്യ രാജ്യങ്ങൾ എല്ലാവരും ചേർന്നാണ് ഇസ്രായേലിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അവരുടെ തെറ്റ് മനസ്സിലാക്കും. പക്ഷേ ഇറ്റ് വിൽ ബി ടു ലേറ്റ്. അവരത് മനസ്സിലാക്കുമ്പോൾ അത് വളരെ വൈകിപ്പോയിട്ടുണ്ടാകും. ഇങ്ങനെ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തുർക്കിയുടെ എർദോഗൻ ഇത് പറയേണ്ട ആവശ്യം എന്താണ്? ഇതിനകം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു. ഇസ്ലാമിക് ആർമി നിർമ്മിക്കണമെന്നൊക്കെ ഇറാൻ പറയുമ്പോൾ ഞങ്ങൾ അതിനുള്ള മീഡിയം റേഞ്ച്, ലോങ് റേഞ്ച് മിസൈൽസ് എല്ലാം നൽകി അവരെ സഹായിക്കും, അതൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മെ എതിർത്ത് വരുന്നവർക്ക് ഒരല്പം ഭയം വരികയുള്ളൂ. ഇത് എർദോഗൻ പറഞ്ഞത് വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു. അപ്പോൾ ഇറാനും തുർക്കിയും ഒരേ പുള്ളിയിൽ വന്ന് നിൽക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ രണ്ട് നേതാക്കന്മാർ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഒരു വശത്തുള്ള തുർക്കിയും മറുവശത്തുള്ള സൗദി അറേബ്യയും. മൂന്നാമത്തെ വശത്തുള്ള ഇറാൻ ഈ രണ്ട് രാജ്യങ്ങളുമായും പ്രശ്നങ്ങൾ നടത്തുന്ന രാജ്യമായിരിക്കും. ഇതിനിടയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഇറാൻ ഇസ്രായേൽ പ്രശ്നം എന്നത്, അല്ലെങ്കിൽ ആ യുദ്ധം എന്നത്, തുർക്കിയെയും ഇറാനെയും ഒരേ ബിന്ദുവിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഇവർ ഒരു ബിന്ദുവിലേക്ക് വരുമ്പോൾ കൂടെ പാകിസ്ഥാനും ചേരും എന്നുള്ളത് കൊണ്ടാണ് പാകിസ്ഥാന്റെ പേര് തന്നെ നമുക്ക് ഇടയ്ക്കിടെ പറയേണ്ടി വരുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളുടെ പേര് അധികമായൊന്നും വരുന്നേയില്ല. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് നമ്മൾ അവരെക്കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇറാഖിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ, ഇവരെക്കുറിച്ച് ഏതെങ്കിലും ഒരു വാർത്ത പുറത്തു വന്നോ? ഇല്ല. എന്നാൽ 3 രാജ്യങ്ങളുടെ പേര് ഇടയ്ക്കിടെ പുറത്തു വരുന്നുണ്ട്. അത് തുർക്കി, പാകിസ്ഥാൻ, അടുത്തത് ഇറാൻ. അപ്പോൾ ഈ 3 പേരും ഒരേ സഖ്യത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് പാശ്ചാത്യ രാജ്യങ്ങൾക്കറിയാം. അടുത്ത ഇസ്രായേൽ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടുഡേ ഇസ്രായേൽ, ടുമാറോ അമേരിക്ക എന്ന്. അതേസമയം ടുഡേ ഇറാൻ, ടുമാറോ തുർക്കി, ഈ ഒരു കൺഫർമേഷനും ഉണ്ട്. അപ്പോൾ തുർക്കി അവരും തീർച്ചയായും വേട്ടയാടപ്പെട്ടേക്കാം എന്നുള്ളത് തുർക്കിക്ക് നന്നായി തന്നെ അറിയാം. ഇന്ന് ഇറാനെ വേട്ടയാടുന്ന ഇസ്രായേൽ നാളെ തുർക്കിയെയും വേട്ടയാടുമെന്ന്. അതിനു മുൻപ് നമ്മൾ ഇസ്രായേലിനെ വേട്ടയാടി നശിപ്പിക്കണം എന്നുള്ളതാണ് തുർക്കിയുടെ ആഗ്രഹം. ഇന്ന് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുള്ള മറ്റൊരു വീഡിയോ ഒരു ചെസ് ബോർഡിന്റെ വീഡിയോ ആണ്. ഇതിലിപ്പോ എന്താണ് ഇത്ര വലിയ കാര്യമെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. തുടർച്ചയായി ഇസ്രായേൽ ചില വീഡിയോസ് ഒക്കെ ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. മാപ്പ് വീഡിയോസ് ആണ് ഇതെല്ലാം. ഏത് സ്ഥലത്ത് ഏത് അണ്ടർഗ്രൗണ്ടിനെ ആക്രമിച്ചു എന്നുള്ളത് വ്യക്തമായി കാണിക്കാൻ വേണ്ടി ഇസ്രായേലിൽ നിന്നും തിരിക്കുന്ന ഫ്ലൈറ്റ് അവിടെ ചെന്ന് എവിടെയെല്ലാമാണ് അവിടെ ബോംബുകൾ വീശി, എത്രത്തോളം ഇമ്പാക്റ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്, ഇറാൻ അവിടെ എത്രത്തോളം നഷ്ടം സംഭവിച്ചു, ഇങ്ങനെയുള്ള പൂർണ്ണ വിവരങ്ങൾ വീഡിയോ ആയി തന്നെ റിലീസ് ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇസ്രായേലിനും ഇറാനും ഇടയിൽ പ്രശ്നം വരുമ്പോൾ വെറുതെ ട്രെയിലർ മാത്രമായിരുന്നു 2 രാജ്യങ്ങളും മാറി മാറി പുറത്തുവിട്ടത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. മുഴുവൻ ചിത്രങ്ങളും സാറ്റലൈറ്റ് ഇമേജുകളും ഡിജിറ്റലാക്കി മാറ്റി ഒരു മാപ്പാക്കി കൺവേർട്ട് ചെയ്ത് ആ മാപ്പിനുള്ളിൽ ഇസ്രായേലിന്റെ ആക്രമണം എങ്ങനെയായിരുന്നു എന്നുള്ള പൂർണ്ണ വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ ഇസ്രായേൽ പുറത്തുവിട്ട ഒരു വീഡിയോ ആയിരുന്നു ഈ ചെസ് ബോർഡിന്റെ കാര്യം. പൊതുവെ പേർഷ്യയിൽ കിങ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. കാരണം കിങ്ങിനപ്പുറം മറ്റൊന്നുമില്ല. ഇവിടെ ചെസ് ബോർഡിലും കിങ് എന്നൊരു കോയിൻ ഉണ്ട്. എന്നാൽ ഇവിടെ കിങ് ആണെങ്കിൽ അത് മറ്റാരുമല്ല, അത് അയത്തുള്ള ഖമേനിയാണ്. ഖമേനിയെ കൊല്ലുന്നതിന് ഇസ്രായേൽ ശ്രമിച്ചു. അത് അമേരിക്ക വീട്ടോ ചെയ്തു എന്നുള്ളൊരു വാർത്ത ഇടയ്ക്ക് വന്നിരുന്നു. അപ്പോൾ അവസാനമായി ഈ ചെസ് ബോർഡ് വഴി ഇസ്രായേൽ ഒരു മെസ്സേജും പറയുകയാണ്. ഇറാന്റെ എല്ലാ പട്ടാളക്കാരെയും, അത് സൈനികരായിക്കോട്ടെ, ആനപ്പട ആയിക്കോട്ടെ, കുതിരപ്പട ആയിക്കോട്ടെ, എല്ലാവരെയും നശിപ്പിച്ചു കൊന്നുകളഞ്ഞു. ഇപ്പോൾ അവസാനമായുള്ളത് കിങ് മാത്രമാണ്. അതായത് അയത്തുള്ള ഖമേനി മാത്രമാണ് അവശേഷിക്കുന്നത്. അദ്ദേഹവും ഇനി എത്ര ദിവസത്തേക്കാണ്, ഹൗ ലോങ് എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. വീണ്ടും എത്ര ദിവസത്തേക്ക് അദ്ദേഹത്തെ കൊണ്ട് ഒളിച്ചിരിക്കാൻ സാധിക്കും? അയത്തുള്ള ഖമേനിയുടെ ഇരിപ്പിടം മൊസാദ് കണ്ടെത്തി എന്ന് അറിയാവുന്നതുകൊണ്ട് ഇടയ്ക്കിടെ അദ്ദേഹം ഈ ഇരിപ്പിടം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
ഇതിനിടയിൽ 4ാമത്തെ F-35 വിമാനത്തെ ഇസ്രായേൽ നഷ്ടപ്പെടുത്തി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇത് വളരെ വലിയൊരു അപ്ഡേറ്റ് ആണ്. ഒരു പക്ഷേ 4ാമത്തെ F-35 വീഴ്ത്തപ്പെട്ടു എന്നുള്ള സത്യമാണെങ്കിൽ ഇത് വലിയൊരു വാർത്തയായി തന്നെ മാറും. വീണ്ടും കൺഫേം ചെയ്തിട്ടില്ല, ഇസ്രായേലും കൺഫേം ചെയ്തിട്ടില്ല, ഇറാനും ഒഫീഷ്യലായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ 4ാമത്തെ F-35 വീഴ്ത്തിയെന്നൊക്കെ. അപ്പോൾ ഇവിടെ യുദ്ധം എന്നത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇറാന്റെ പ്രതികരണവും ഇസ്രായേലിന്റെ തിരിച്ചടികളും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് എർദോഗൻ അകത്തേക്ക് വരുന്നത്. അതുപോലെ ചില രാജ്യങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം മറ്റു ചില രാജ്യങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട രാജ്യമാണ് അമേരിക്ക. ഇറാനെതിരെയും അതേസമയം ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളെയും അവരുടെ വാണ്ടഡ് ലിസ്റ്റിൽ ചേർക്കുകയും അവരോട് പ്രതികാരം ചെയ്യാനുള്ള ശ്രമങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഇതിന് ഇസ്രായേലുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. കിങ് ഈസ് ലെഫ്റ്റ് ബട്ട് ഹൗ ലോങ് എന്ന ഈ ഒരു ചോദ്യം അയത്തുള്ള ഖമേനിയോട് ഒരു നേരിട്ടുള്ള യുദ്ധ മുന്നറിയിപ്പോടുകൂടി തന്നെയാണ് ഇസ്രായേൽ നൽകിയത്. റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പറഞ്ഞത് ലാർജസ്റ്റ് സ്ട്രൈക്സ് ഒരു പക്ഷേ ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരു വലിയ മിസൈൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇറാൻ. റഷ്യൻ ഫെഡറേഷനിലുള്ള അല്ലെങ്കിൽ റഷ്യൻ പൗരന്മാർ ആരെങ്കിലും ഇസ്രായേലിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊരൽപ്പം സേഫ് ആയിരിക്കുക. ഇറാനിൽ നിന്നാണെങ്കിലും നിങ്ങളൊരൽപ്പം സേഫ് ആയിരിക്കുക. അവിടെയുള്ള ലോക്കൽ അതോറിറ്റീസ് എന്താണോ പറയുന്നത് അതെല്ലാം കേട്ട് അനുസരിക്കുക എന്ന വിവരവും നൽകി. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ടുഡേ ടെൽ അവീവ്, ടുമാറോ ഇറ്റ്സ് ന്യൂയോർക്ക് എന്നും പറഞ്ഞിട്ടുണ്ട്. പുതുതായി സൈബർ അറ്റാക്കുകൾ കൂടുതൽ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യവും ഇടയ്ക്കിടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈബർ അറ്റാക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാൻ ആണെന്ന് പറഞ്ഞാലും, ഇറാനാണ് സൈബർ അറ്റാക്കുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും കൂടുതൽ അറ്റാക്കുകൾ സംഭവിക്കുന്നത് മൊബൈൽ ബേസ്ഡ് ആണ്. അടുത്തത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന് ഒരറിയിപ്പ് ഇസ്രായേലിന്റെ ഗതാഗത മന്ത്രി അറിയിച്ചു. ഇസ്രായേലിന്റെ ഗതാഗത മന്ത്രിയായ മിനി റെഗവ് പറയുന്നത് ഇപ്പോഴത്തേക്ക് ഇസ്രായേൽ രാജ്യത്തുള്ളവർ ഇസ്രായേൽ വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ഇസ്രായേൽ വിട്ട് പുറത്തേക്ക് പോകുന്നവർ തീർച്ചയായും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ടൂറിസത്തിന് വേണ്ടി ഇവിടെ വന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർ പുറത്തേക്ക് പോകാം. ഇസ്രായേലിയർ ആരും പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. സാധാരണ ഇങ്ങനെയുള്ള നിരോധനങ്ങളെല്ലാം പതിവ് പോലെ പുറപ്പെടുവിക്കും. കാരണം അവരുടെ രാജ്യമാണ് അവർക്ക് സുരക്ഷ. വിദേശ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്കവിടെ യാതൊരു സുരക്ഷയും കാണില്ല, നമുക്കവിടെ ആരും തന്നെ കാണില്ല, യഹൂദന്മാരുടെ കഷ്ടപ്പെടേണ്ടി വരും. ഇങ്ങനെയുള്ളതൊക്കെ ഇവരുടെ കാലാകാലങ്ങളായുള്ളൊരു വിശ്വാസമാണ്. അതിപ്പോഴും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. 20-ലധികം മൊസാദ് ഏജൻസ് ഇന്ത്യക്കാരാണ് എന്നുള്ള വിവരം പല മാധ്യമങ്ങളും റിപ്പോർട്ടായി പുറത്തുവിടുന്നുണ്ട്. എന്നാൽ അതിപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. ചില മാധ്യമങ്ങളിൽ 32 ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തു, ഉടൻ തന്നെ അവർക്ക് വധശിക്ഷ നൽകുമെന്നുള്ള വാർത്തകളും പറയുന്നുണ്ട്. പക്ഷെ ഇവയിൽ ഈ മൊസാദ് ഏജൻസിനെ ഒരുപാട് പേര് അറസ്റ്റ് ചെയ്തു, എന്നാൽ എല്ലാവരും ഇന്ത്യക്കാരാണോ എന്നുള്ളത് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടേയില്ല. നിരവധി പേർക്ക് വധശിക്ഷ കൊടുക്കുകയും കൊന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരു ദിവസം മാത്രമാണ് അവർക്ക് വിചാരണ. മൊസാദിനെ സഹായിച്ചു എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ അന്വേഷണം മാത്രം, അടുത്ത ദിവസം അവർക്ക് ശിക്ഷ നൽകും. ഇങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ ഇറാൻ പിന്തുടർന്നു വരുന്നത്. ഖത്തറിൽ അമേരിക്കയ്ക്ക് പ്രധാനപ്പെട്ട ഒരു എയർബേസ് ഉണ്ട്. ഇപ്പോൾ സംഭവിക്കുന്ന യുദ്ധം കാരണം, ഇസ്രായേൽ ഇറാൻ യുദ്ധം കാരണം ഇറാൻ ഒരു പക്ഷേ ഖത്തറിനെതിരെ അല്ലെങ്കിൽ ഖത്തറിലുള്ള അമേരിക്കയുടെ ഈ എയർബേസിനെതിരെ അവരുടെ ആക്രമണം നടത്താമെന്നുള്ള ഒരു ഭയം കാരണം 32 വിമാനങ്ങളെ അവിടെ നിന്ന് മാറ്റി. ഒന്ന് ചിന്തിച്ച് നോക്കുക, 32 വിമാനങ്ങളെ ഖത്തർ എയർബേസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ ഒരു വിമാനം നിർത്തിവച്ചിരിക്കുകയാണ്. ഖത്തറിലുള്ള അൽ ഉദൈദ് എയർബേസ് ആണ് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു എയർബേസ്. ഈ അൽ ഉദൈദ് എയർബേസിലുള്ള വിമാനങ്ങളെയാണ് മറ്റു പല വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. ഈ വിവരം രാവിലെ മുതലേ പുറത്തു വരികയാണ്. എന്നാൽ ഇപ്പോൾ ഉദൈദ് എയർബേസ് എന്നത് എംപ്റ്റി ആയിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജ് പുറത്തു വന്നിട്ടുണ്ട്. ശരി, എന്തുകൊണ്ട് ഇവിടെയുള്ള വിമാനങ്ങളെല്ലാം മാറ്റിയെന്ന ചോദ്യത്തിന് ഒരു പക്ഷേ ഇറാന്റെ ആക്രമണം അധികമായി അത് അമേരിക്കയ്ക്കെതിരെയായി മാറുകയും പ്രധാനമായും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന പേരിൽ അൽ ഉദൈദ് എയർബേസിനെ അവർ ആക്രമിച്ചാൽ അതൊരു പക്ഷെ അവരുടെ ആദ്യത്തെ ടാർഗറ്റായി മാറും. ആ സമയത്ത് അവിടെ വിമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്ക് ഒരു വലിയ നെഗറ്റീവായി തന്നെ മാറും. അതുകൊണ്ടാണ് 32 വിമാനങ്ങളെയും മാറ്റിയിരിക്കുന്നത്. എന്നാൽ അതേസമയം മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്തേക്ക് 20-ലധികം ടാങ്കർ വിമാനങ്ങളെ അമേരിക്ക നിർത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ നടത്തുന്ന ഈ ഒരു എയർ സ്ട്രൈക്കിന് അവർക്ക് ആവശ്യമായി റീഫ്യൂവലിംഗ് ചെയ്ത് നൽകുന്നതിന് അമേരിക്ക, UK അവരുടെ ടാങ്കേഴ്സിനെല്ലാം നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഒറ്റയ്ക്കല്ല, ചില രാജ്യങ്ങളുമായി ചേർന്നവർ മുന്നോട്ട് പോവുകയാണ്. ഇറാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവരുടെ ജോലികൾ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബിഗ്ഗസ്റ്റ് ഗൾഫ് എയർബേസിൽ നിന്നും അമേരിക്ക അവരുടെ വിമാനങ്ങളെ മാറ്റി എന്നുണ്ടെങ്കിൽ
എത്രത്തോളം അമേരിക്കയും ഭയന്നിട്ടുണ്ടാകണം ഇറാന്റെ ഈ പ്രതികാര ആക്രമണത്തിന്? ഇതും നമ്മൾ അറിയേണ്ടതാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.